10ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 7ാമത്തെ യൂണിറ്റ് ആണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അഥവാ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഓക്കെ, അതായത് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഓൾറെഡി വേറൊരു ചാപ്റ്ററിൽ നമ്മൾ സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നുള്ള യൂണിറ്റിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? ഒരുപാട് പ്രശ്നങ്ങളെ, ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ചാലഞ്ചസ്. അതേപോലെ തന്നെ പല പല മേഖലകളിൽ നമ്മൾ വളർന്നു ഇന്ന് നമുക്കറിയാം എല്ലാ മേഖലയിലും ഒരുപാട് മുൻപന്തിയിൽ, ലോകരാഷ്ട്രങ്ങളിൽ ഒരുപാട് മുൻപന്തിയിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ രാജ്യം. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് എത്തിയത്, എന്തൊക്കെയായിരുന്നു നമ്മൾ ഫേസ് ചെയ്ത പ്രധാന പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഏറ്റവും ആദ്യം രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകൾ ഇവിടെ നൽകിക്കൊണ്ടാണ് ഈ ഒരു ഭാഗം, ഈ ഒരു പാഠം തുടങ്ങുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം. The wheels of fate will someday compel the English to give up their Indian empire. But what kind of India will they leave behind? When the stream of their centuries-old administration run dry at last, what a waste of mud and filth will they leave behind them? അദ്ദേഹം നമുക്കറിയാം ബേസിക്കലി ഒരു റൈറ്റർ കൂടിയാണ് രവീന്ദ്രനാഥ ടാഗോർ, ഒരു എഴുത്തുകാരൻ കൂടിയാണ്, സാഹിത്യകാരൻ കൂടിയാണ്, ചിന്തകനാണൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഒരു സാഹിത്യ ശൈലി നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാണ്. അപ്പോൾ നൂറ്റാണ്ടുകളായി ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച് ഒരു നാൾ അവരെന്ത് തന്നെയായാലും ഇന്ത്യ ഉപേക്ഷിച്ച് പോവാൻ നിർബന്ധിതരാകും. ഇന്ത്യയെ ഉപേക്ഷിച്ച് ബ്രിട്ടീഷുകാർക്ക് ഇവിടുന്ന് പോവേണ്ടി വരും. പക്ഷെ എങ്ങനെയുള്ള ഒരു ഇന്ത്യയെ ആയിരിക്കും അവർ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക? അതാണ് ഇവിടെ പറയുന്നത്. ഒരു when the stream of their centuries old administration run dry at last, what a waste of mud and filth will they leave behind them. അതായത് ഒരുപാട് നൂറ്റാണ്ടുകളോളം ഒഴുകിയിരുന്ന ഒരു നദി പെട്ടെന്ന് വറ്റി വരണ്ടാൽ ആ നദിയുടെ അടിത്തട്ടിൽ അവശേഷിക്കുന്ന ഒരുപാട് കല്ലും മണ്ണും ചെളിയും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മാലിന്യങ്ങൾ നിറഞ്ഞിട്ടുള്ള, ഒരുപാട് പ്രശ്നങ്ങളെ അവശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യയായിരിക്കും അവർ ഉപേക്ഷിച്ചിട്ട് പോവുക. ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി വെച്ചായിരിക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്. അതും എപ്പോ പറഞ്ഞതാ? ദീസ് ആർ ദി ഒബ്സർവേഷൻസ് മെയ്ഡ് ബൈ രവീന്ദ്രനാഥ ടാഗോർ ഇൻ 1941. ശ്രദ്ധിക്കണം, 1941 പറഞ്ഞ കാര്യം. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. പലപ്പോഴും സാഹിത്യകാരന്മാരുടെ ചില രചനകളിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് അവർ മുൻകൂട്ടി പറഞ്ഞ പല കാര്യങ്ങളും അതേപോലെ സംഭവിച്ചിട്ടുള്ളതായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പലരും പങ്കുവെച്ചത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1941 തന്നെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ കാര്യമാണ്, ബ്രിട്ടീഷുകാർ എന്തായാലും ഇന്ത്യ വിട്ടു പോകും, പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ ഇന്ത്യ വിട്ടു പോവുക. ആ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം പൂർത്തിയായി എന്ന അർത്ഥമില്ല. അവിടെ യഥാർത്ഥത്തിൽ ഒരു പുതിയ ഇന്ത്യ ആരംഭിക്കുകയാണ്. ഓക്കെ, അതുവരെ ഒരുപാട് നാട്ടുരാജ്യങ്ങളായി കിടക്കുന്ന ഒരു ഇന്ത്യയായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് അത് മുഴുവനായിട്ട് അവർ ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്ന് ഭരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയ ശേഷം ഒരു പുതിയ ഇന്ത്യയുടെ പിറവിയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആദ്യം മുതൽ തുടങ്ങണം എല്ലാ കാര്യങ്ങളും. ഓക്കെ, എനിവേ, വാട്ട് ഡിഡ് ഹി ഇൻഡിക്കേറ്റ് ബൈ ദീസ് ലൈൻസ്? അപ്പൊ ഈ വരികളിലൂടെ രവീന്ദ്രനാഥ ടാഗോർ ഉദ്ദേശിച്ച കാര്യം എന്താണ്? ദി ബ്രിട്ടീഷ് വുഡ് ഹാവ് ടു പുട്ട് ആൻ എൻഡ് ടു ദെയർ റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർക്ക് എന്തായാലും ഇന്ത്യയിലെ അവരുടെ ഭരണം അവസാനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് ബ്രിട്ടീഷുകാർ എന്തായാലും ഇന്ത്യയിലെ ഭരണം അവസാനിപ്പിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോകും എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ ദേ വുഡ് ലീവ് ബിഹൈൻഡ് എ മിസറബിൾ കൺട്രി. എങ്ങനെയുള്ള ഒരു ഇന്ത്യയായിരിക്കും അവരിവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക? ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിറഞ്ഞിട്ടുള്ള, ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യയായിരിക്കും അവർ ഇവിടെ ബാക്കി വെച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഈ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ബ്രിട്ടീഷുകാർ എന്തായാലും ഇന്ത്യ വിട്ടു പോവേണ്ടി വരും, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ ഇന്ത്യ വിട്ടു പോവുക. ഓക്കെ, ഇനി
We have already discussed how centuries-old British rule shattered India socially, culturally and economically. സാമ്പത്തികമായിട്ടും അതുപോലെ പിന്നെ സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ ഇന്ത്യയെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ഭരണം ബാധിച്ചത്, ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടായി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മുൻ ചാപ്റ്ററിലും മുൻ വർഷങ്ങളിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. The flow of refugees was the major challenge that the post-independent India had to face. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി ഇന്ത്യയെ വിട്ടു പോയ ശേഷം നമ്മൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്, ഫ്ലോ ഓഫ് റെഫ്യൂജീസ്, അഭയാർത്ഥി പ്രവാഹം എന്ന് പറയാം നമുക്ക്. അഭയാർത്ഥി പ്രവാഹം, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി പോയി, പക്ഷെ എങ്ങനെയുള്ള ഇന്ത്യയാണ് നമുക്ക് തന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിന്റെ അവസാനം പഠിച്ചതാണ്. മൗണ്ട് ബാറ്റൺ പ്ലാൻ നമ്മൾ നോക്കിയതാണ്. ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളായി നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിച്ചാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം തന്നിട്ടാണ് ബ്രിട്ടീഷുകാർ പോകുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ അഥവാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്. ഓക്കെ, അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഫ്ലോ ഓഫ് റെഫ്യൂജീസ്, അഭയാർത്ഥി പ്രവാഹം എന്ന് പറയാം. ഓക്കെ, അതായത് സ്വന്തം നാട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യുന്നവരെയാണ് നമ്മൾ റെഫ്യൂജീസ്, അഭയാർത്ഥികൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ലോകത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും അങ്ങനെയുള്ള റെഫ്യൂജീസിനെ നമ്മൾ കാണാറുണ്ട്. ഒരുപാട് ആളുകൾ അഭയം കിട്ടാതെ പല സ്ഥലത്തായിട്ട് പിന്നെ യാതനകൾ അനുഭവിക്കുന്നതും പീഡനങ്ങൾ അനുഭവിക്കുന്നതും ഒക്കെ നമ്മൾ പത്രവാർത്തകളിലൂടെ അല്ലെങ്കിൽ TV-കളിലൂടെയൊക്കെ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ഒരു അഭയാർത്ഥി പ്രവാഹം, ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളിൽ ഒന്നായിരുന്നു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള ഈ ഫ്ലോ ഓഫ് റെഫ്യൂജീസ്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. The pictures given above portray the refugees traveling with their families and belongings seeking shelters. ഓക്കെ, അതായത് ഇവിടെ മുകളിൽ കുറച്ച് ചിത്രങ്ങൾ കാണാം നിങ്ങൾക്ക്. ഈ ചിത്രങ്ങൾ എന്താ നമ്മൾ കാണുന്നത്? റെഫ്യൂജീസ് ട്രാവലിംഗ് വിത്ത് ദെയർ ഫാമിലീസ് ആൻഡ് ബിലോങ്ങിങ്സ് സീക്കിംഗ് ഷെൽട്ടേഴ്സ്, അതായത് സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് വ്യക്തികൾ അവരുടെ കുടുംബത്തെയും അവരുടെ പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട്, അവരുടെ പിന്നെ വസ്ത്രങ്ങളോ അവരുടെ പാത്രങ്ങളോ എന്തൊക്കെയാണ് അവരുടെ സാധന സാമഗ്രികളുള്ളത്, അതും അവരുടെ കുടുംബങ്ങളെയൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയാണ്, അല്ലെ സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി യാത്ര ചെയ്യുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. നടന്നു പോകുന്നവരുണ്ട്, അതേപോലെ തീവണ്ടിക്ക് മുകളിലും തീവണ്ടിക്ക് ഉള്ളിലും ഒക്കെ കുത്തി നിറഞ്ഞു പോകുന്നവരുണ്ട്, കാളവണ്ടികളിൽ പോകുന്നവരുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദിസ് വാസ് എ കോമൺ സൈറ്റ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി ടൈം ഓഫ് പാർട്ടീഷൻ. അതായത് വിഭജനത്തിന്റെ ആ സമയത്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും വിഭജനം രണ്ടും ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഈ വിഭജനത്തിന്റെ ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ വ്യാപകമായി കണ്ടിരുന്ന ഒരു കാഴ്ചയാണ് ഈ ചിത്രങ്ങളിലൂടെ നമ്മളിപ്പോൾ കാണുന്നത്. During that time, there was an influx of refugees from India to Pakistan and vice versa. അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും വൻതോതിൽ അഭയാർത്ഥി പ്രവാഹം ഈ ഒരു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു വേളയിൽ ഉണ്ടായിട്ടുണ്ട്. Along with this, ശ്രദ്ധിക്കണം, along with this, ഇതിന്റെ കൂടെ തന്നെ എന്തുണ്ടായിട്ടുണ്ട്? കമ്മ്യൂണൽ റയറ്റ്സ്, വർഗീയ ലഹളകൾ, ഹിന്ദു മുസ്ലിം കലാപങ്ങൾ. ഓക്കെ, കമ്മ്യൂണൽ റയറ്റ്സ് ബ്രോക്ക് ഔട്ട് ഇൻ വേരിയസ് പ്ലേസസ്. രാജ്യത്തിന്റെ പല ഭാഗത്തും വർഗീയ ലഹളകളും ഇതിന്റെ ഭാഗമായിട്ട്, ഈ പാർട്ടീഷന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ അപകടം. ഓക്കെ, എവിടേക്ക് അവിടെ പറയുന്നു? കൽക്കട്ട, ബീഹാർ, നവഖാലി, ഡൽഹി, പഞ്ചാബ് ആൻഡ് കശ്മീർ വിറ്റ്നസ്ഡ് ബ്ലഡി റയറ്റ്സ്. അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ രക്തരൂഷിതമായിട്ടുള്ള, ഒരുപാട് ആളുകൾ മരണപ്പെട്ട, ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുള്ള, ഒരുപാട് വീടുകളൊക്കെ കൊള്ളയടിക്കപ്പെട്ട, ആക്രമിക്കപ്പെട്ട വർഗീയ ലഹളകൾ നടന്നിട്ടുണ്ട് ഈ പറയുന്ന പ്രദേശങ്ങളിലും. ഇതിൽ കൂടുതൽ പ്രദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ ഏറ്റവും കൂടുതൽ നടന്ന പ്രദേശങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കമ്മ്യൂണൽ റയറ്റ്സും നമ്മുടെ പാർട്ടീഷന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമാണ്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വർ കിൽഡ് ആൻഡ് വിമൻ വർ അറ്റാക്ഡ്. ആയിരക്കണക്കിന് ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടു, സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. ആസ് എ റിസൾട്ട്, ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ലോസ്റ്റ് ഓൾ ദെയർ ബിലോങ്ങിങ്സ് ആൻഡ് ബിക്കെയിം റെഫ്യൂജീസ്. ഇങ്ങനെയുള്ള വർഗീയ ലഹളകളുടെ ഭാഗമായിട്ടാണ്
ഒരുപാട് റെഫ്യൂജീസ് ഉണ്ടായത്. അതായത് വർഗീയ ലഹകൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവർ ഹിന്ദുക്കളെ ആക്രമിക്കുക, ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ അവർ മുസ്ലിങ്ങളെ ആക്രമിക്കുക. എല്ലാ മനുഷ്യരെയും അല്ല പറയുന്നത്. ഇന്നത്തെ കാലത്തും നമുക്കറിയാം ചില ആളുകൾ ഇങ്ങനെ അക്രമത്തിന്റെ വക്താക്കളായി നടക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ യഥാർത്ഥ മതത്തിൽ വിശ്വസിച്ച് സമാധാനത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ എല്ലാവരെയും ഒരു മതത്തിൽപ്പെട്ട എല്ലാവരെയും നമ്മൾ അക്രമകാരികളായിട്ട് കാണേണ്ടതില്ല, അത് ശരിയല്ല. എനിവേ, ഇങ്ങനെയുള്ള വർഗീയ ലഹളയുടെ ഭാഗമായിട്ട് ഇവിടെ പറയുന്നു ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ലോസ്റ്റ് ഓൾ ദെയർ ബിലോങ്ങിങ്സ് ആൻഡ് ബിക്കെയിം റെഫ്യൂജീസ്. അവർ അഭയാർത്ഥികളായി മാറേണ്ടി വന്നു. അറൌണ്ട് 10 മില്യൺ പീപ്പിൾ. ഓക്കെ, 1 മില്യൺ എന്ന് പറയുമ്പോൾ 10 lakhs ആണ്, 10 ലക്ഷം. അപ്പൊ 10 മില്യൺ എന്ന് പറയുമ്പോൾ 100 ലക്ഷം, അതായത് 1 കോടി. അറൌണ്ട് 10 മില്യൺ പീപ്പിൾ ട്രാവൽഡ് ആസ് റെഫ്യൂജീസ് ഓൺ ഫുഡ്, ട്രെയിൻസ് ആൻഡ് ബുള്ളോക്ക് കാർട്ട്സ്. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടതുപോലെ കാളവണ്ടിയിലും അതേപോലെ തന്നെ കാൽനടയായും അതേപോലെ തന്നെ തീവണ്ടിയിലുമൊക്കെ ആയിട്ട് ഏകദേശം 1 കോടിയോളം ആളുകൾ, അന്നത്തെ കാലത്ത് 1 കോടിയോളം ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും സഞ്ചരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഏകദേശ കണക്കാണ്, യഥാർത്ഥ കണക്ക് അതിൽ കൂടുതലായിരിക്കാം. However, the rehabilitation efforts and affirmative actions of the government solved the problems up to a limit. ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ സർക്കാരിന് പരിഹരിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സർക്കാർ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ടുള്ള ആദ്യത്തെ ഗവൺമെന്റ്, നമുക്കറിയാം ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സർക്കാരിന്, ഗവൺമെന്റിന് ഒരു പരിധി വരെ ഈ ഒരു റെഫ്യൂജീസിന്റെ പ്രോബ്ലം, ഇങ്ങനെയുള്ള കമ്മ്യൂണൽ റൈറ്റ്സ് ഒക്കെ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ, പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു പ്രോബ്ലമാണ് ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്. ഓക്കെ, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് റെഫ്യൂജീസ്. അത് മാത്രം പറയല്ല, നമുക്ക് എങ്ങനെയും പറയാം. ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം പറയുകയാണെങ്കിൽ പാർട്ടീഷൻ എന്നും സൂചിപ്പിക്കാം. പാർട്ടീഷൻ ആൻഡ് ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ് അങ്ങനെ പറയാം. ഓക്കെ, പാർട്ടീഷൻ ആൻഡ് ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്. ഇനി അതല്ലെങ്കിൽ ഇവിടെയുള്ള ഹെഡിങ് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഫ്ലോ ഓഫ് റെഫ്യൂജീസ്, അഭയാർത്ഥി പ്രവാഹം. അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നം കൂട്ടത്തിൽ തന്നെ എന്തും കൂടിയുണ്ടോ, കമ്മ്യൂണൽ റയറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാടൊന്നും പഠിക്കാനില്ല നമുക്ക്. ഈ 2 പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തു എന്ന് മാത്രം ഓർക്കുക. അതേപോലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, കൽക്കട്ട, ബീഹാർ, അതൊക്കെ ജനറൽ ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായെന്നൊന്നും സാധാരണഗതിയിൽ ചോദിക്കാറില്ല, എങ്കിലും നമ്മൾ ഓർത്തു വെക്കാൻ നമുക്ക് അറിയുന്ന പേരുകളാണ്. കൽക്കട്ട, ബീഹാർ. നൗഖാലി എന്ന് പറയുന്നത് ബംഗാളിലാണ്. ഡൽഹി, പഞ്ചാബ്, കശ്മീർ, ഇവിടെയൊക്കെയാണ് ഇങ്ങനെയുള്ള റൈറ്റ്സ് കൂടുതലും ഉണ്ടായത്. അതേപോലെ ഏകദേശം അറൌണ്ട് 10 മില്യൺ പീപ്പിൾ ട്രാവൽഡ് ആസ് റെഫ്യൂജീസ് ഓൺ ഫുഡ്, ട്രെയിൻ ആൻഡ് ബുള്ളക്ക് കാർട്ട്സ്, അല്ലെ, ഇങ്ങനെയുള്ള വിവിധ മാർഗങ്ങളിലൂടെ ഏകദേശം 1 കോടിയോളം ആളുകൾ, 10 മില്യൺ ആളുകളാണ് ഇത്തരത്തിൽ അഭയാർത്ഥികളായിട്ട് സഞ്ചരിച്ചതെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആ ഒരു ഭാഗത്ത് പറയുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ഉണ്ട്, നമ്മളത് വായിച്ചു പോകുന്നില്ല. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വവുമായി അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയയാണ് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണ്, ആരാണ് കൊന്നതെന്നൊക്കെ നമുക്കറിയാം. ആ പേരുകളൊക്കെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വർഗീയ ലഹളകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ നമുക്ക് ഗാന്ധിജിയുടെ മരണത്തെയും വേണമെങ്കിൽ കാണാം. ഗാന്ധിജി മുസ്ലിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്നു, മുസ്ലിം മതത്തിന് പിന്തുണയ്ക്കുന്നു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണ് അദ്ദേഹത്തെ കൊല്ലാൻ ആരെ പ്രേരിപ്പിച്ചത്, നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തനെ പ്രേരിപ്പിച്ചത്. കാര്യങ്ങൾ നമുക്കറിയാം, അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വായിച്ച് പോകുന്നില്ല. ഇനി ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഒരുവിധം എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. There were around 600 princely states in pre-independent India, in addition to the territories directly ruled by the British. അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ പ്രദേശങ്ങൾ എവിടെയുണ്ട്, ഇന്ത്യയിലുണ്ടായിരുന്നു. അതേപോലെ നേരിട്ട് ഭരണം നടത്താത്ത നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശങ്ങളും ഉണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ച. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, കേരളം പ്രധാനമായിട്ടും അക്കാലത്ത് മലബാർ, കൊച്ചി, ട്രാവൻകൂർ, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് കിടക്കായിരുന്നു. അതിൽ മലബാറിൽ മാത്രമാണ് ബ്രിട്ടീഷുകാർ
നേരിട്ട് ഭരണം നടത്തിയത്. മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ഡയറക്റ്റ് റൂളായിരുന്നു. കൊച്ചിയിലും ട്രാവൻകൂറിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടില്ല, നേരിട്ട് ഭരിച്ചിട്ടില്ല. അവിടെ ഇൻഡയറക്റ്റ് റൂൾ, ബ്രിട്ടീഷുകാരുടെ ഇൻഡയറക്റ്റ് റൂൾ എന്ന് വെച്ചാൽ അവിടെ നാട്ടുരാജാക്കന്മാരുടെ ഭരണമാണ്. അതിൽ ബ്രിട്ടീഷുകാർ അവരുടെ ഒരു റെസിഡന്റുമാരെ അപ്പോയിന്റ് ചെയ്ത് ഇടപെടുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് ഭരിക്കുന്നുണ്ട്. പക്ഷെ നേരിട്ട് ഭരിച്ചത് മലബാറിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങൾ കൂടാതെ ഏകദേശം 600ഓളം 600 പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, 600ഓളം നാട്ടുരാജ്യങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഓരോരോ നാട്ടുരാജ്യങ്ങളായിട്ട് ഏകദേശം 600ഓളം നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബ്രിട്ടൻ ഗേവ് ദി പ്രിൻസിലി സ്റ്റേറ്റ്സ് ദി ഓപ്ഷൻ ടു ജോയിൻ എയ്തർ ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഓർ ടു ബി ഇൻഡിപെൻഡന്റ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി പോകുന്ന സമയത്ത് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഒരു വലിയ ഓഫർ നൽകിക്കൊണ്ടാണ് പോകുന്നത്. എന്താണ് ഓഫർ? ഈ നാട്ടുരാജ്യങ്ങൾക്ക്, ഈ പ്രിൻസിലി സ്റ്റേറ്റ്സിന് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ചേരാം, അതല്ലെങ്കിൽ ദേ ക്യാൻ റിമെയിൻ ഇൻഡിപെൻഡന്റ്. അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് സ്വതന്ത്രമായി ആ നാട്ടുരാജ്യമായി അങ്ങനെ തന്നെ നിലനിൽക്കാം. ഓക്കെ, ചോയ്സ് അവർക്ക് തിരഞ്ഞെടുക്കാം, ഏതാ ഓപ്ഷൻ അവർക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ബ്രിട്ടൻ ഗേവ് ദീസ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ദി ഓപ്ഷൻസ് ടു ജോയിൻ എയ്തർ ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഓർ ടു ബി ഇൻഡിപെൻഡന്റ്. എന്ത് വേണമെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം നാട്ടുരാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ തലവേദനയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്. ഇങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങളെ മുഴുവൻ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി ചേർക്കുക എന്നതായിരുന്നു പ്രധാന പ്രശ്നം. സോ integration of these princely states into the Indian Union was another challenge before the new nation. ഓക്കെ, നമുക്ക് നേരിടേണ്ടി വന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് ഇന്റഗ്രേഷൻ ഓഫ് ദീസ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇൻ ടു ഇന്ത്യൻ യൂണിയൻ. ഓക്കെ, അത് നമ്മൾ എങ്ങനെ ചെയ്തു എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. The integration was really a Herculean task and Sardar Vallabhai Patel was the union minister entrusted with this mission. അപ്പോൾ ഈ ഒരു ചുമതല നിർവഹിക്കേണ്ടിയിരുന്ന കേന്ദ്രമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതല ആർക്കായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. ഓക്കെ, ദി ഇന്റഗ്രേഷൻ വാസ് റിയലി എ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുമ്പോൾ എടുത്താ പൊന്താത്ത ഒരു ജോലി എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഒരു പ്രയോഗമാണ് ഹെർക്കൂലിയൻ ടാസ്ക്. അത്രയും വലിയ ഒരു ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ജോലി തന്നെയായിരുന്നു, ഒരു ടാസ്ക് തന്നെയായിരുന്നു ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പോൾ ആ ഒരു ചുമതല ആർക്കാണ് കിട്ടിയത്? സർദാർ വല്ലഭായ് പട്ടേലിനാണ്. മാത്രമല്ല, ഹി അപ്പോയിന്റഡ് VP മേനോൻ. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോയിന്റഡ് VP മേനോൻ, എ കേരളൈറ്റ്, ആസ് സെക്രട്ടറി ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് VP മേനോനെ തന്റെ കീഴിൽ ആര് നിയമിച്ചു? സർദാർ വല്ലഭായ് പട്ടേൽ നിയമിച്ചു. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് VP മേനോൻ, ഈ രണ്ട് പേരുകൾ ഒരുമിച്ച് തന്നെ പഠിച്ചു വെക്കാം. Patel and VP Menon, Sardar Vallabhai Patel and VP Menon prepared an instrument of accession. ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പട്ടേലും മേനോനും കൂടെ, ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടെ ഒരു കരാറ് തയ്യാറാക്കുകയാണ്. ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്ന് പറയുമ്പോൾ ലയനക്കരാർ എന്നാണ്. ലയനം എന്ന് പറയുമ്പോൾ എന്താ? ഒരു വസ്തു മറ്റൊന്നിൽ ലയിക്കുക, ചേരുക എന്നുള്ള അർത്ഥമാണ്. ലയനക്കരാർ, അതായത് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള അവർ തയ്യാറാക്കിയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ്, ഒരു കരാറാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. ഓക്കെ, അതായത് ലയനക്കരാർ തയ്യാറാക്കി. വിച്ച് സ്റ്റിപ്പുലേറ്റഡ് that the princely states, ഈ ഒരു കരാർ പ്രകാരം എന്തൊക്കെയാ അവർ പറയുന്നത്? The princely states had to transfer their control over defense, external affairs and information and communication to the government of India. ഈ ലയനക്കരാറിൽ പറയുന്ന 3 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് നാട്ടുരാജ്യങ്ങൾ, ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്യണം? ആ നാട്ടുരാജ്യങ്ങളുടെ ഡിഫൻസ്, പ്രതിരോധം, എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യം, അതേപോലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഓക്കെ, വാർത്താവിനിമയ മേഖല, ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഷുഡ് ട്രാൻസ്ഫർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ കാര്യങ്ങളെല്ലാം
കേന്ദ്ര ഗവൺമെന്റിന് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന് കൈമാറണം. അതാണ് ഈ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈമാറുമ്പോൾ ആ നാട്ടുരാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ആർക്ക് കിട്ടും? കേന്ദ്ര സർക്കാരിന്, നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന് കിട്ടും. Okay, so princely states had to transfer, according to this instrument of accession, the princely states had to transfer their control over defense, external affairs, and information and communication to the government of India. ഈ പറയുന്ന 3 വകുപ്പുകളും 3 കാര്യങ്ങളും ഈ കരാറിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യങ്ങൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യണം? കേന്ദ്ര സർക്കാരിന് പിന്നെ കൈമാറണം. ഇതിന്റെ അധികാരമൊക്കെ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഫോളോവിംഗ് ദി ഡിപ്ലോമസി ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് പോപ്പുലർ പ്രൊട്ടസ്റ്റ്, മെജോറിറ്റി ഓഫ് ദി പ്രിൻസിലി സ്റ്റേറ്റ്സ് സൈൻഡ് ഇൻ ദി ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. അതായത് നമ്മുടെ സർക്കാരിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട്, അതായത് കൃത്യമായ നയതന്ത്ര ഇടപെടലിന്റെ ഒക്കെ ഭാഗമായിട്ട്, അതേപോലെ തന്നെ പോപ്പുലർ പ്രൊട്ടസ്റ്റ്. ഈ നാട്ടുരാജ്യങ്ങളൊക്കെ എന്തുണ്ടായിട്ടുണ്ട്? പോപ്പുലർ പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി, പക്ഷെ എന്നിട്ടും ജനങ്ങൾക്ക് പല സ്ഥലത്തും സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. കാരണം എന്താ? കാരണം ഓരോരോ നാട്ടുരാജ്യങ്ങളാണ്. ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി പോയെങ്കിലും പല സ്ഥലത്തും രാജാക്കന്മാരുടെ കീഴിൽ തന്നെയാണ് ഭരണം. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ എന്തുണ്ടായിട്ടുണ്ട്? പോപ്പുലർ പ്രൊട്ടസ്റ്റ്, ജനകീയ കലാപങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളും അതേപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ്, ഓക്കെ, നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലുകളും എല്ലാം അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരുപാട് പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ത് ചെയ്തു? ഒരുപാട് പ്രിൻസിലി സ്റ്റേറ്റ്സ് ഈ ഒരു കരാറിൽ സൈൻ ചെയ്തു, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറി. ഓക്കെ, ജോയിന്റ് ഇന്ത്യൻ യൂണിയൻ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറി. എന്നാൽ നമുക്കറിയാലോ, എല്ലാ കാര്യത്തിലും വിട്ടുനിൽക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും, അല്ലേ? അപ്പൊ ഇവിടെയും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. സം സ്റ്റേറ്റ്സ് സച്ച് ആസ് ഹൈദരാബാദ്, കശ്മീർ ആൻഡ് ജുനഗഡ് റിസെന്റഡ്. അതായത് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തില്ല? ഈ കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായില്ല. അഥവാ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ അവര് വിസമ്മതിച്ചു. ഹൈദരാബാദ്, കശ്മീർ ആൻഡ് ജുനഗഡ്. പക്ഷെ എന്ത് സംഭവിച്ചു? ഫൈനലി ദേ വർ ഓൾസോ ഇന്റഗ്രേറ്റഡ് ഇൻ ടു ഇന്ത്യൻ യൂണിയൻ ത്രൂ കൺസീലിയേഷൻ ടോക്സ് ആൻഡ് മിലിറ്ററി ഇന്റർവെൻഷൻസ്. അതായത് അവസാനം ഈ വിട്ടുനിന്ന, ചേരാൻ കൂട്ടാകാതെ മാറി നിന്നിട്ടുള്ള നാട്ടുരാജ്യങ്ങളെയും ഒക്കെ നമ്മൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റി ത്രൂ കൺസീലിയേഷൻ ടോക്സ് ആൻഡ് മിലിറ്ററി ഇന്റർവെൻഷൻസ്. അതായത് പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളോട് ആ രൂപത്തിൽ ചർച്ചകളൊക്കെ നടത്തി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കി മാറ്റി. അല്ലാത്തവരെയോ മിലിറ്ററി ഇന്റർവെൻഷൻസ്, സൈനിക നടപടികളിലൂടെ ബലമായി പിടിച്ചെടുത്ത് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ടാസ്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ അറ്റൈൻ ചെയ്തു. ഓക്കെ, ഈ ടാസ്ക് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നുള്ള ആ ഒരു വലിയ ടാസ്ക് സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നമ്മൾ ഫുൾഫിൽ ചെയ്തു. ഓക്കെ, അറ്റൈൻ ചെയ്തു. ഈവൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഫ്രാൻസ് ആൻഡ് പോർച്ചുഗൽ കണ്ടിന്യൂഡ് ദയർ കൺട്രോൾ ഓവർ സം പ്ലേസസ് ഇൻ ഇന്ത്യ. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു പക്ഷേ നമ്മളിൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതായത് ബ്രിട്ടീഷുകാർ 1947 ഇന്ത്യ വിട്ടുപോയി, ശരിയാണ്. അപ്പൊ അതോടുകൂടി നമ്മൾ സ്വതന്ത്ര രാഷ്ട്രമായി എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ പൂർണ്ണമായിട്ടും നമ്മൾ സ്വാതന്ത്ര്യം നേടിയിരുന്നില്ല. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയ ശേഷവും, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈവൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ഫ്രാൻസ് ആൻഡ് പോർച്ചുഗൽ കണ്ടിന്യൂഡ് ദയർ കൺട്രോൾ ഓവർ സം പ്ലേസസ് ഇൻ ഇന്ത്യ. ഫ്രാൻസ്, അതേപോലെ പോർച്ചുഗൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ അവരുടെ കൈവശം വെച്ച് പോന്നിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ചില പ്രദേശങ്ങൾ ഈ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. Okay, following mass protest, France handed over its territories under their control to India. ശക്തമായ ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നടന്നപ്പോൾ ഫ്രാൻസിന്റെ പക്കലുണ്ടായിരുന്ന ആ പ്രദേശങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? ഇന്ത്യക്ക് കൈമാറി പൂർണ്ണമായിട്ടും ഇന്ത്യ വിട്ടുപോയി 1947 ശേഷം. ഓക്കെ, ആൻഡ് ടെറിട്ടറീസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് പോർച്ചുഗൽ were assessed to India ത്രൂ മിലിറ്ററി ഓപ്പറേഷൻസ്. അതേപോലെ പോർച്ചുഗലിന്റെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ സൈനിക നടപടിയിലൂടെ നമ്മൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാ പ്രദേശങ്ങൾ, ഏത് വർഷമാണ് സംഭവിച്ചതെന്നുള്ള കാര്യം താഴെ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോക്സ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ബോക്സ് ആണ്.
ഓക്കെ, എക്സ്ട്രാ റീഡിംഗ് അല്ല. ഇതിന്റെ മുകളിലൊക്കെ ഉള്ള ബോക്സ് VP മേനോനുമായി ബന്ധപ്പെട്ട ഒരു ബോക്സ് എക്സ്ട്രാ റീഡിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ടീഷൻ ഓൺ ദി സ്ക്രീൻ, നമ്മുടെ ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട ചില സിനിമകളെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ എക്സ്ട്രാ റീഡിംഗ് ആണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ ബോക്സ് കാണുമ്പോൾ ഇതും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതണ്ട. അത് നിർബന്ധമായിട്ടും പഠിക്കണം, എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് ഫ്രാൻസും പോർച്ചുഗലും കൈവശം വച്ചിരുന്ന പ്രദേശങ്ങൾ ഏതാണ്, അത് ഇന്ത്യയുടെ ഭാഗമായിട്ട്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറിയത് ഏത് വർഷമാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് രാജ്യം. ഒന്ന് നമ്മൾ പറഞ്ഞു ഫ്രാൻസ്. ഫ്രാൻസിന്റെ പക്കൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ, സുസറാനിറ്റീസ് എന്ന് പറയുമ്പോൾ അവരുടെ അധികാരം ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. ഓക്കെ, ഇത് ഇന്ത്യന്റെ ഭാഗമായി മാറിയത് 1954-ലാണ്. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി പോയെങ്കിലും ഈ പ്രദേശങ്ങളൊക്കെ 1954 വരെ ഫ്രാൻസിന്റെ പക്കലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ പോർച്ചുഗലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. വാസ്കോ ഡ ഗാമയിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം വന്നിട്ടുള്ള പോർച്ചുഗീസുകാർ, അവർക്ക് ശേഷമാണ് ആരൊക്കെ വന്നിട്ടുള്ളത്, ഫ്രഞ്ചും ഇംഗ്ലീഷുകാരും ഒക്കെ വന്നിട്ടുള്ളത് ഇവർക്ക് ശേഷമാണ്. ഡച്ചുകാരൊക്കെ വന്നിട്ടുള്ളത് പോർച്ചുഗീസുകാർക്ക് ശേഷം. അപ്പൊ ഏറ്റവും ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. ഏറ്റവും അവസാനം ഇന്ത്യ വിട്ടു പോകുന്നതും പോർച്ചുഗീസുകാരാണ് എന്ന് മനസ്സിലാക്കുക. ഏതൊക്കെയായിരുന്നു അവരുടെ അധീന പ്രദേശങ്ങൾ? ഗോവ, ദാമൻ, ദിയു. ഓക്കെ, ദിയു ദാമൻ എന്ന് ഒരുമിച്ച് പറയാറുണ്ട്. ഗോവ, ദാമൻ ആൻഡ് ദിയു, ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരുടെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ. 1961 മാത്രമാണ് ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം വന്ന ശക്തി പോർച്ചുഗീസുകാര്, ഏറ്റവും അവസാനം, പൂർണ്ണമായ അർത്ഥത്തിൽ ഏറ്റവും അവസാനം പോകുന്നതും പോർച്ചുഗീസുകാരാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ വർഷങ്ങളും ആ പ്രദേശങ്ങളും രാജ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ഒരു പ്രോബ്ലം ആണ് ഇവിടെ സ്ക്രീനിൽ നമ്മളിപ്പോൾ കാണുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ. ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന ഉണ്ടാക്കുക, അതേപോലെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുക. ഇതായിരുന്നു ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഓക്കെ, അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് നമ്മളിപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്ത ഏറ്റവും ആദ്യത്തെ ഒരു പ്രോബ്ലം, ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്. രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കരാറും അതിലെ വ്യവസ്ഥകളും അതിന്റെ ആളുകളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ എന്ത് ചെയ്തു? ആ പ്രശ്നവും നമ്മൾ പരിഹരിച്ചു. ഇനി അടുത്ത മറ്റൊരു പ്രോബ്ലമാണ് മേക്കിംഗ് ഓഫ് ഫ്രെയിമിംഗ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കണ്ടക്ടിങ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ എന്ന് പറയുന്നൊരു സാധനം. അതായത് ഇന്ത്യക്കായി ഒരു ഭരണഘടന തയ്യാറാക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുക, ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക. ഇതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ മറികടന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചുരുങ്ങിയ ഒരു ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദി ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ. The Constitution of India is the foundation of our nation making. നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ രാജ്യം ഇങ്ങനെ നിലനിൽക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ഭരണഘടന തന്നെയാണ്. As per the recommendation of Cabinet Mission, a Constituent Assembly was formed in 1946 under the chairmanship of Dr. Rajendra Prasad. അപ്പൊ ഭരണഘടന നിർമ്മിക്കുന്നതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം 1946 1946 എന്ത് ഫോം ചെയ്തു? എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി 1946 ഫോം ചെയ്തു. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ 1946 ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മൾ ഫോം ചെയ്യുന്നു. The committee drafted the constitution after a series of discussions and debates. ഒരുപാട് ചർച്ചകളും ഒരുപാട് സംവാദങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്നു. Our constitution is a reflection of the visions and dreams that evolved during the freedom movement. അതായത് സ്വാതന്ത്ര്യ സമര വേളയിൽ, ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ട വേളയിലൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ച, നമ്മൾ സ്വപ്നം കണ്ട ഒരുപാട് അവകാശങ്ങളുണ്ട്, ഒരുപാട് അധികാരങ്ങളുണ്ട്, ഒരുപാട് വിഷൻസ് നമുക്കുണ്ടായിരുന്നു. ആ നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ തന്നെയാണ് ഭരണഘടനയിൽ നമ്മൾ എഴുതി ചേർത്തിട്ടുള്ളത്. ഓക്കെ, ദി കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്ട്. ശ്രദ്ധിക്കുക.
The constitution came into effect on 26th January 1950 and India was declared a republic. നമുക്കറിയുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ. ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ. അതായത് 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അതോടുകൂടി ആ ഒരു ഡേറ്റ് നമുക്കറിയാം, ഇന്ത്യ റിപ്പബ്ലിക് ആയി മാറിയത് അതോടുകൂടിയാണ്. ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയി മാറി. ഓക്കെ, അതുകൊണ്ടാണ് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് പറയുന്നത്. അനദർ ചാലഞ്ച്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം അവിടെ കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുക എന്നുള്ള ആ ഒരു വെല്ലുവിളി നമ്മൾ എന്ത് ചെയ്തു? മറികടന്നു. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ ആയിക്കൊണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തു. പിന്നീട് നമുക്കറിയാം BR അംബേദ്കറിന്റെ കാര്യമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ 9th പഠിച്ചിട്ടുണ്ട്. അദ്ദേഹമായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. എനിവേ, നമ്മുടെ ഭരണഘടന 26th ജാനുവരി 1950 നിലവിൽ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ആസ് റിപ്പബ്ലിക്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറുകയും ചെയ്തു. ചെറിയൊരു ഭാഗം മാത്രം. ഇനി മറ്റൊരു പ്രോബ്ലം ആയിരുന്നു എന്ത്? ഒരു ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ള കാര്യം. അതും വളരെ കുറച്ച് കാര്യം ഇവിടെ പറയുന്നുള്ളൂ, ആ വർഷം മാത്രമേ ഓർക്കാനുള്ളൂ. Another challenge India confronted was the formation of a democratic system. ഒരു ജനാധിപത്യ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാന വെല്ലുവിളി. The first general election in line with the constitution was held in 1951-52. ഈ ഭരണഘടന നമ്മൾ തയ്യാറാക്കിയ പുതിയ ഭരണഘടന അനുസരിച്ചുകൊണ്ടുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 പീരീഡിലാണ്. And this free and fair election was a success of Indian democracy. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വിജയം കൂടിയായിരുന്നു ഈ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അത് വിജയകരമായി തന്നെ നമ്മൾ നടത്തി. When many Asian and African countries which became free along with India have deviated from democracy, our democratic system still remains strong. അതായത് ഡീകോളനൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഒരുപാട് രാജ്യങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും ഉണ്ട്, കുറേ രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള പല രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് സൈനിക ഭരണത്തിലേക്കും അല്ലെങ്കിൽ പട്ടാള ഭരണത്തിലേക്കും ഏകാധിപത്യ ഭരണത്തിലേക്കും ഒക്കെ മാറിയപ്പോഴും നമ്മുടെ രാജ്യം അന്നും ഇന്നുമെല്ലാം ഒരു ജനാധിപത്യ രാജ്യമായിട്ട്, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട്, ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമായിട്ട് ഇന്നും നിലനിൽക്കുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിനൊക്കെയുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇലക്ഷൻ നടന്നിട്ടുള്ള ഈ ഒരു വർഷം മാത്രമേ ഓർക്കേണ്ടതുള്ളൂ. അതിന്റെ മുകളിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു രണ്ട് സെന്റൻസ് മാത്രമേ പ്രധാനമായിട്ടും ഓർക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ള ഓരോരോ പ്രോബ്ലംസ് ആണ്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം ഒന്നും കൂടി പറയുകയാണെങ്കിൽ ദി ഫ്ലോ ഓഫ് റെഫ്യൂജീസ്, ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ്, അല്ലെങ്കിൽ ദി പ്രോബ്ലം ഓഫ് പാർട്ടീഷൻ ആൻഡ് ദി പ്രോബ്ലം ഓഫ് റെഫ്യൂജീസ് ആൻഡ് ദി പ്രോബ്ലം ഓഫ് കമ്മ്യൂണൽ റയറ്റ്സ് എല്ലാം ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കമ്മ്യൂണൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ടാണ് എന്തുണ്ടായത്? ഫ്ലോ ഓഫ് റെഫ്യൂജീസ്, അഭയാർത്ഥി പ്രവാഹം ഉണ്ടായത്. അപ്പൊ അത് നമ്മൾ പരിഹരിച്ചു, മറികടന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ മറ്റൊരു പ്രോബ്ലം ആയിരുന്നു ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഓക്കെ, ആ ഒരു ചുമതല ഏറ്റെടുത്ത് നടപ്പിലാക്കിയ രണ്ട് വ്യക്തികളുടെ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് VP മേനോൻ. ഈ VP മേനോൻ എന്നുള്ള പേര് വളരെ ശ്രദ്ധയോട് കൂടി തന്നെ പഠിക്കുക. കാരണം നമുക്ക് ഈ ടെക്സ്റ്റിൽ തന്നെ, ഈ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു മലയാളിയെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരാനും ഇദ്ദേഹത്തിന്റെ പേര് അവിടേക്ക് കൊണ്ടുപോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാ വർഷവും കുട്ടികളുടെ പരീക്ഷ പേപ്പർ നോക്കുന്ന സമയത്ത് അങ്ങനെ കാണാറുണ്ട്. അതേപോലെ ഇനീഷ്യലുകൾ പരസ്പരം വെച്ച് മാറും. അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ഇങ്ങോട്ട് കൊണ്ടുവരും, അവിടെ KM പണിക്കറാണ്, KM പണിക്കർ എന്നുള്ള പേരാണ്. അപ്പോൾ ആ KM ഇങ്ങോട്ട് കൊണ്ടുവരും, VP എന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ വെറുതെ മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഏകദേശം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ പേരുകളൊക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു കരാറുണ്ടാക്കിയ കാര്യം, ആ കരാറിലുള്ള വ്യവസ്ഥകളൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ചില നാട്ടുരാജ്യങ്ങൾ ഇതിൽ ഒപ്പുവെക്കാത്ത രാജ്യങ്ങളും അത് എങ്ങനെ നമ്മൾ കൂട്ടിച്ചേർത്തു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതേപോലെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും ഇന്ത്യയിൽ അധികാരം തുടർന്ന ചില രാജ്യങ്ങൾ അവ ഇന്ത്യയുടെ ഭാഗമായി മാറിയ വർഷം, അതൊക്കെ നമ്മൾ നോക്കി. ഏറ്റവും അവസാനം കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തതും അതിന്റെ അടിസ്ഥാനത്തിൽ 1951-52 ആദ്യത്തെ ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്തതും നമ്മൾ നോക്കി.
ഓക്കെ, അപ്പൊ തൽക്കാലം ഇത്രയും പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി അടുത്ത ഹെഡിങ് ഒന്ന് നോക്കി വെക്കാം. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ്. അതിനെപ്പറ്റി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റൊരു മലയാളിയെ നമ്മൾ നോക്കാം. ഓക്കെ, KM പണിക്കർ ഇവിടെ കാണാം. അതിലേക്ക് അതിപ്പം പോകുന്നില്ല, അടുത്ത ക്ലാസ്സിൽ തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ.